ഒരു സൂര്യ ഫാനായിട്ട് പോലും കങ്കുവ വാസ് എ ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ മീ. ഒന്നുമില്ലാത്തൊരു സാധാരണ പടം, ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഫുള്ള് പാസ്സാണ് പടത്തിൽ. അതും നല്ല ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത്, നമ്മൾ ട്രെയിലർ കണ്ട് വിചാരിക്കുന്ന സാധനമല്ല, ആ ഒരു റേജ്, ആ ഒരു ഫയർ നടക്കുന്ന സാധനം എന്നൊക്കെയല്ലേ നമ്മൾ പടത്തിൽ കാണുമ്പോൾ വിചാരിക്കുക. അതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിലും, അല്ലെങ്കിൽ ശിവ ഉദ്ദേശിച്ച സാധനങ്ങൾ അതൊക്കെയാണെങ്കിലും വന്നിട്ടുള്ള അതൊന്നുമല്ല. ഇത് സൂര്യ കടന്ന് കഷ്ടപ്പെട്ടിട്ട് അങ്ങേരെ കരിയറിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട പടങ്ങളൊന്നും ഇത് തന്നെയായിരിക്കും. ശരിയാണ്, ചിലപ്പോൾ ഒരു ലോറി സ്റ്റെപ്സിൽസൊക്കെ മൂപ്പരിത് കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടാവും. അത്ര ഇങ്ങനെ തൊണ്ട പൊട്ടി അലറി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വേസ്റ്റ് ചെയ്തു. കാരണം ആ ഇൻറ്റൻഷൻ, ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ ചത്ത ശവം പോലെ ഇങ്ങനെ കണ്ടിരിക്കും. പടം ഒരുമാതിരി ഒരു വേസ്റ്റ്. ഒരു ഫാൻ ഷോ കണ്ടിട്ടുള്ള ആൾക്കാരെ അനങ്ങണ പോലും ഇല്ല. അനങ്ങാൻ വല്ലതും വേണ്ട. ഒരു പടം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫാൻ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടാവും സിനിമയിൽ. ഒരു എടുത്തു പറയാൻ ഒരു മൊമെൻ്റ് പോലും ഇല്ലാതെ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിട്ടുള്ളൊരു പടം. അതുകൊണ്ട് ഈ സിനിമയെ പറ്റി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സോ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം. DSPയുടെ മ്യൂസിക്കൊക്കെ ഇങ്ങനെ ചെവി തുളയ്ക്കണ പോലെയായിരുന്നു. വെറുതെ കിടന്ന് അലറിയിട്ട് അത് സ്ക്രീനിൻ്റെ ഒപ്പം സിങ്ക് ആവത്തപ്പോൾ ആക്ഷൻ സീക്വൻസുകളും അങ്ങനെ പോയി. മൊത്തത്തിൽ എന്തിനോ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് കുറേ പൈസ ചിലവാക്കി ഒരു ഔട്ട്പുട്ടും വരാത്ത ഒരു ഭയങ്കര ബ്ലാങ്ക് ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു പടം. സെക്കൻഡ് പാർട്ടൊക്കെ ഭയങ്കരമായിട്ട് വെറുതെ ടീസ് ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ ഒരു പക്ഷേ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് ഇല്ലാത്ത മറ്റൊരു സിനിമ ഒന്നും കൂടെ ആയിരിക്കും കങ്കുവ 2. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര നിരാശയാണ് പടം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.